ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ചക്കരയെ മാത്രമേ ഇന്ന് വീട്ടിലുള്ളൂ. ഇന്ന് ചക്കരയുടെ പ്രോഗ്രസ് കാർഡൊക്കെ പോയി വാങ്ങിച്ചു കേട്ടോ. ഇന്ന് എക്സാമിൻ്റെ പ്രോഗ്രസ് കാർഡൊക്കെ കിട്ടിയായിരുന്നു. ആനുവൽ എക്സാമിൻ്റെ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിൽ വന്ന് വരുമ്പോൾ ഭയങ്കര ചൂട്. അപ്പോൾ ചൂടായതുകൊണ്ട് ചക്കര എൻ്റെ അടുത്ത് പറഞ്ഞു ചക്കര ഒരു ഷാർജ എനിക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ചക്കര ഷാർജയൊക്കെ എപ്പോഴും ചക്കരയാണ് ഇവിടെ ഷാർജയൊക്കെ വീട്ടിലുണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചക്കര എന്തായാലും ഇന്നൊരു ഷാർജ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം, എങ്ങനെയാണ് പുള്ളിക്കാരി ഉണ്ടാക്കുന്നത്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചക്കര അപ്പോൾ റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ ഷാർജ എങ്ങനത്തെ ടൈപ്പ് ഷാർജയാണ് ഉണ്ടാക്കാൻ പോണേ പറഞ്ഞോ. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നോർമൽ ഷാർജ, നല്ല ന്യൂട്രീഷൻ ഷാർജയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ന്യൂട്രീഷൻ ഷാർജയാണ്. ഓക്കെ, നോർമൽ സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന അങ്ങനത്തെ ഷാർജ അല്ല. ഓക്കെ, ശരി, നമുക്ക് നോക്കി നോക്കാം. ശരി, അപ്പോൾ ചക്കര പറഞ്ഞോ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ പറഞ്ഞോ. ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഡേറ്റ്സ്, ആൽമണ്ട്, മ്യൂസ്ലി, ഡ്രൈ ഗ്രേപ്സ്, പീനട്ട്, ബൂസ്റ്റ്, സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്. ഓക്കെ, ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ഷാർജയിൽ. പിന്നെ പാലൂടെ മിക്സ് ചെയ്യുന്നു. ഓക്കെ, ശരി. ചക്കര അപ്പോൾ ഇതിനകത്ത് ഷുഗർ ആഡ് ചെയ്യണുണ്ടോ? ഇല്ല, ഞാൻ ഷുഗർ ആഡ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഡേറ്റ്സിൽ തന്നെ നല്ല മധുരമുണ്ട്. എന്നാലും ഓവറായിട്ട് ഷുഗർ കഴിക്കുന്ന ആളാണെങ്കിൽ ഷുഗർ കൂടെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഡേറ്റ്സിന്റെ മധുരം മതി. ഓക്കെ 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 ചക്കര, അപ്പോൾ ഇതിനകത്ത് ഡേറ്റ്സ് അതിങ്ങനെ കുരുവൊക്കെ കളഞ്ഞിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഓക്കെ, ശരി. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം മിക്സിയിലോട്ട് നമ്മൾ ജാറിലോട്ട് ഇടാൻ പോവാണ്. അപ്പോൾ എല്ലാം ഇട്ടോ. നമുക്ക് ഇതെല്ലാം പൗഡർ ആക്കിയിട്ട് ഡേറ്റ്സ് ഇടുന്നതായിരിക്കും നല്ലത്. ഇത് ആദ്യം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പൗഡർ ആക്കും, എന്നിട്ട് പിന്നീടാണ് മിൽക്ക് മിക്സ് ചെയ്യണം അല്ലേ? ഓക്കെ ഓക്കെ, ശരി ശരി. ഓക്കെ, എല്ലാം അതിനകത്തോട്ട് ഇട്ടോളൂ. എല്ലാവർക്കും ന്യൂട്രീഷ്യൻസ് മൊത്തം വരണ്ടേ? അല്ല, അങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി അത് മൊത്തത്തിലും കിട്ടോ? അടിച്ചിട്ടിടാം. ഓക്കെ, ഇവിടെ അത് പൊടിയായല്ലേ? എല്ലാം നല്ല പൊടിഞ്ഞ് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഇനിയാണ് ഡേറ്റ്സ് ഇടുന്നത് അല്ലേ? ഇനി ഡേറ്റ്സ് ഇടുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തോട്ട് എന്താണ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നല്ല വേണ്ട പൊടിഞ്ഞ് നല്ല മഷി പരിവായിട്ടുണ്ട്. സൂപ്പർ. ഇനി ഇതിനെല്ലാം ഇളക്കി എടുക്കണം അല്ലേ? ഓക്കെ ഓക്കെ, ഈ സൈഡിലേക്ക് സ്പൂൺ വെച്ചിട്ട് മാറ്റി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം അതെല്ലാം ഇതോട്ട് ഇട്ട് കഴിഞ്ഞ് ഇനി നമ്മൾ ഡേറ്റ്സ് കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം അല്ലേ? നമ്മൾ നട്ട്സിന് നല്ല പൗഡർ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡേറ്റ്സ് ആഡ് ചെയ്യാം. ഡേറ്റ്സ്. ഓക്കെ, അപ്പോൾ ഡേറ്റ്സ് അതിനകത്തിട്ട് ഇനി ഡേറ്റ്സ് ഇട്ടിട്ട് ഒന്നുകൂടെ അടിക്കണം അല്ലേ? ഓക്കെ, അപ്പം പാലിനി നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഓക്കെ, പാലൊഴിച്ച് കൊടുക്കാം. ഇത് പാൽ ഇവിടെ ഒഴിച്ച് കൊടുത്തു. ഓക്കെ ഓക്കെ, അതൊക്കെ തട്ടി മതി, പൊട്ടി പോകണ്ട കേട്ടോ. ഓക്കെ, പൊടിയെല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലേ? ഓക്കെ, മതി പോരെ. ഇനി ഒന്നുകൂടെ അതിൽ വെച്ചിട്ട് അടിച്ച് നമ്മൾ ചാർജ് ഇപ്പോൾ ഇവിടെ സെറ്റാക്കും അല്ലേ? അതൊക്കെ കറക്റ്റായിട്ട് വയ്ക്കും കേട്ടോ. ഇനി പാല് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം. പാലിന് വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം അല്ലേ? അപ്പോൾ ഇത് പിടിച്ച് വെച്ചാൽ ഒഴിച്ചു തരാം. എന്താണ് പാല് നമുക്ക്
അപ്പോൾ ചക്കര ഷാർജ റെഡി അല്ലേ? ആ, എല്ലാം അടിച്ച് പാലൊക്കെ ചേർത്ത് മിക്സാക്കി സെറ്റാക്കി കഴിഞ്ഞു. ഇനി ഗ്ലാസ്സിലോട്ട് ഒഴിച്ചാൽ മതി അല്ലേ? ഇവിടെ ഓക്കെ. ഈ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായ ഷാർജ നമുക്കിവിടെ റെഡിയാണ്. ഓക്കെ, ഷാർജ സെറ്റല്ലേ? അതെ. ഇവിടെ ചെറിയൊരു ഗ്ലാസ് എടുത്താൽ അച്ഛനും കൂടെ ഇവിടെ നല്ല വലിയ ഗ്ലാസ്സാണ് എൻ്റെത് അല്ലേ? പിന്നെ ഇത് നമ്മൾ നേരത്തെ നട്ട്സ് എല്ലാം അടിച്ചപ്പോൾ പൗഡർ അത് വേണമെങ്കിൽ നമുക്ക് കുറച്ചെടുത്തിട്ട് ടോപ്പിൽ ഇട്ട് കൊടുക്കാം. ഓ അങ്ങനെ. ഓ ടോപ്പിൽ നിൽക്കില്ല, ഞെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അത് പോട്ടെ, ഇത് മതി ഇത്രയും മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ഷാർജ റെഡി. ഇത് ഗ്ലാസ് എടുത്ത് ഇങ്ങോട്ട് കാണിച്ച് പൊളിയല്ലേ? ഷാർജയുടെ റെഡി ആയിട്ടുണ്ട് അല്ലേ? ടേസ്റ്റി ആയിട്ടുള്ള ന്യൂട്രീഷ്യൻസ് ആണ് കംപ്ലീറ്റ് അല്ലേ? നോർമൽ വേറെ സാധാരണ ഷാർജ അല്ല, ഉടായ്പ ഷാർജ അല്ല. ഓക്കെ, ഷാർജ എങ്ങനെയുണ്ട്? ഓക്കെ, റെഡി സെറ്റ് അല്ലേ? കുടിച്ച് നോക്കാം അല്ലേ? അവിടെ ശകല കുടിച്ച് നോക്കാം, എന്നിട്ട് എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്ക്. ഞാൻ തന്നെ കുടിക്കേണ്ടതാണ് ആദ്യത്തിൽ. എങ്ങനെയുണ്ട്? അടിപൊളിയാ? മധുരം കറക്റ്റാ? ഓക്കെ, അപ്പോൾ അച്ഛനും ഇവിടെ തന്നെ അച്ഛൻ്റെ. അപ്പോൾ ഇത് ചക്കരയുടെ ഷാർജ റെഡി ആയിട്ടുണ്ട്. കുടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. കംപ്ലീറ്റ് ന്യൂട്രീഷ്യൻസ് അടങ്ങിയിട്ടുള്ള ഷാർജയാണ്. എങ്ങനെയാണെന്ന് നോക്കട്ടെ. പൊളി, സൂപ്പർ കേട്ടോ. തണുത്ത പാലാണെങ്കിൽ അടിപൊളിയായിരിക്കും. നമ്മൾ തണുത്ത പാലല്ല ഉപയോഗിച്ചത്, ആണ് എനിക്ക് തണുപ്പ് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് തണുക്കാത്ത. പക്ഷേ അതുകൊണ്ട് അതിൻ്റെ ഒരു നല്ല പോരായ്മയുണ്ട്. പക്ഷേ തണുത്ത പാലാണെന്നുണ്ടെങ്കിൽ വേറെ ലെവലായിരിക്കും. ഓക്കെ, അപ്പോൾ പൊളി കേട്ടാ, സൂപ്പർ. ചൂട് മഴക്കോളുണ്ട് കേട്ടോ. നല്ല മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന്, അതിനായിരിക്കും ഇത്രയും ചൂട്. സോ ഫ്രണ്ട്സ്, നമ്മുടെ ചക്കരയുടെ ഷാർജ പൊള്ളിയായിരുന്നു കേട്ടോ. അടിപൊളി ഷാർജ നമ്മൾ ഇപ്പോൾ കുടിച്ചതേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഷുഗറൊന്നും ചേർക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഷുഗറുള്ള ആൾക്കാർ കൊണ്ടെങ്കിൽ ചിലപ്പോൾ കുടിക്കായിരിക്കും, കാരണം ഡേറ്റ്സിൻ്റെ ഒരു മധുരം മാത്രമേ അതിനകത്തുള്ളൂ. സോ അടിപൊളി ഷാർജ ആയിരുന്നു. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങൾ. തണുത്ത പാൽ ഉപയോഗിക്കട്ടെ. നമ്മൾ തണുത്ത പാലെല്ലാം എടുത്തത് കാരണം കുറച്ച് ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട്, അതുകൊണ്ട് തണുത്ത പാലും കൂടെ ആണെങ്കിൽ വേറെ ലെവൽ ടേസ്റ്റ് ആയിരിക്കും. പൊളി, അടിപൊളി, തകർത്ത് പൊളിച്ച് അടുക്കി കാണിച്ചോ. തംസ് അപ്പ്. ഓക്കെ, ബൈ ബൈ. ബൈ.